ഈ ഗേൾഫ്രണ്ടിന് വെയിറ്റ് ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലോ, എപ്പോഴും തോളത്തുണ്ടല്ലോ. എന്തൊക്കെ ചോദ്യോടെ ചോദിക്കുന്നത്? എടാ നിന്റെ ഒക്കെ കളിപ്പാട്ട പറത്തൽ കഴിഞ്ഞില്ലേ? നിർത്തണ 2 കളിപ്പാട്ടം പറത്തല് നിന്റെ സാവേജ് സ്നേപ്പും. നീയൊക്കെ ശരിയായ മറ്റേ കുടുംബശ്രീ അല്ലേടാ? ബാക്കിയുള്ളവര് പറയുന്നതും കേട്ട് ആസ്വദിച്ച് നീ ആ സാധനം ഞാൻ കേട്ടോ. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. സത്യമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ലടാ. അത് എങ്ങനെയാന്ന് പോലും എനിക്കറിയത്തില്ല യൂസ് ചെയ്യുന്നത്. നാണക്കേടാട്ടെ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നത്. മോശം. കുടുംബശ്രീ അറിയാവോ? മേടിച്ചിട്ട് 2 മേടിച്ചിട്ട് യൂസ് കൊടുത്താൽ മതി, ആർക്കും കാണാനും പറ്റൂല. കാണാൻ പറ്റത്തില്ലേ? എങ്ങനെ പൊക്കുന്ന എങ്ങനെയാടാ? ഓക്കെ, എന്തെങ്കിലും ഇതിട്ടാ മതി, ഡ്രോപ്പ് നമ്പർ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് വിളിച്ചിട്ട് ഇതാക്കിയാൽ മതി. എനിക്ക് നമ്പർ കിട്ടിയിരുന്ന പുതിയ നമ്പർ ഇട്ടില്ല, പുതിയ നമ്പർ ഇത് മാറും. പ്രീമിയം സ്നൈപ്പിന്റെ മെറിനാണോ അത്? ഐഡി എത്ര? സംസാരിക്കാൻ പറ്റുമോ? ഹലോ കപ്പിൾസിന്റെ അടുത്ത് അത് ബാൻഡേജ് ഒട്ടിച്ചേക്കുന്ന അത് ഒരാളെ സഹായിക്കാൻ പോയതാ. എന്നിട്ട് കുട്ടി എന്തിനാണ് ഇവനെ പ്രേമിക്കുന്നത്? കുട്ടിക്ക് നല്ലൊരാളെ കിട്ടൂലേ? ഈ ടൈമിൽ പ്രപ്പോസ് ചെയ്ത എവിടെ മറ്റേ നിന്നെ കൊണ്ട് ബോട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞ ഡയലോഗ് നീ അവളെ മുമ്പിൽ അടിക്കണം. എന്തൊരു സാറേ ഞാൻ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പിറ്റേ ദിവസം നമ്മൾ DH അടിച്ചോണ്ടിരിക്കും. എന്നെ GM വിളിച്ചിട്ട് പറഞ്ഞു, എടാ എന്റെ കൊച്ചിനെ നിങ്ങളെ കൂട്ടത്തിലുള്ളവർ ആരോ അടിച്ചിട്ടെന്ന്. അപ്പൊ ഞാൻ അത് എക്സാമിക്കത്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ കൊച്ചിന്റെ പേരെന്തെങ്കിലും ചോദിച്ചു. ഞാൻ വിചാരിച്ചു ഇവളായിരിക്കുമെന്ന് വിചാരിച്ചേട്ടാ. അപ്പൊ ഞാൻ പേരെന്തെങ്കിലും ചോദിച്ചു. എന്റെ അടുത്ത് പറഞ്ഞ താരയില്ല. ഓ അപ്പൊ ഞാൻ ഇന്നലെ നീ പ്രപ്പോസ് ചെയ്തപ്പോ അവള് പറഞ്ഞു ഒരു പെണ്ണിനെ നോക്കൂല, അല്ല ഒരു പയ്യനെ നോക്കൂലെന്നല്ലേ. ഞാൻ എടുത്തു ചോദിച്ചു അവള് ഓക്കെ പറഞ്ഞോന്ന് ചോദിച്ചു. അത് ഞാൻ എടുത്തു ചോദിക്കാൻ കാരണം നിന്റെ കാര്യം ഉള്ളതുകൊണ്ട്, മനസ്സിലായി. അപ്പൊ അവള് ഓക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. ആൾക്കാരൊക്കെ എന്തൊക്കെയല്ലേ സംസാരിക്കുന്നത്, എന്തൊക്കെയല്ലേ ഈ സിറ്റി നടക്കുന്നത്, പലതരം കഥകൾ. അല്ല നല്ല ഈ സ്ഥിതിക്ക് ഞാൻ കുറച്ച് ഓടിച്ചു തന്നിട്ട് പോട്ടെ. വണ്ടിക്ക് വേണ്ടി ഇവിടെ എന്താണ് സ്മഗ്ലിംഗ് ആണോ? നല്ല രസമുണ്ടല്ലേ ഒരു ഡ്രോൺ. ഇത്രയും കാലമായിട്ട് ഞാൻ എന്താടാ ഡ്രോൺ വാങ്ങാൻ? മോശം എന്തൊക്കെ അറിയാൻ പറ്റും ഒരു ഡ്രോൺ ഉണ്ടെങ്കിൽ. ഇവിടെ ഇതുവരെ കഴിഞ്ഞില്ല, ആള് കൂടി. നമുക്ക് അവിടെ അപ്പൊ സിറ്റുവേഷൻ DH നമ്മള് PD വരാത്തോണ്ട് നമ്മള് നേരെ ഇങ്ങോട്ട് വന്നതാ. ഇന്നത്തെ ദിവസത്തെ കഥ. അപ്പൊ നമ്മളെല്ലാരും കൂടി തിരിച്ച് DH പോയി. അടിച്ച് പീഡിനെ അടിച്ചങ്ങ് കൊന്നു. നമ്മള് തിരിച്ചു വന്നപ്പോ GM എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ ഞാനത് ചുമ്മയാണ് പറഞ്ഞത്, ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേൾഫ്രണ്ട് ആണെന്നെങ്കിലല്ലേ ചോദിക്കാൻ വരാൻ പറ്റത്തുള്ളൂ, അല്ലാതെ വരാൻ പറ്റത്തില്ലല്ലോ. അപ്പം അവളിങ്ങനെ കൊന്നു. അപ്പൊ അത് ചോദിക്കാൻ വേണ്ടിട്ടാണ്, അതുകൊണ്ടാണ് വന്നത്, അല്ലാതെ ഞാൻ അവള് റിലേഷൻ അല്ലെന്ന് പറഞ്ഞു. ഓക്കെ അങ്ങനെ എന്തോ ആണെന്നാ പറഞ്ഞ. ഓക്കെ അപ്പൊ ഞാൻ പെട്ടെന്ന് അവളെ തെറ്റിദ്ധരിച്ച്. ഏത് ഞാൻ അവളെ അടുത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ പെൺപിളരെ വിശ്വസിച്ച കൊള്ളല് കണ്ടില്ലേ, ഇന്നലെ തന്നെ ഒരു വാക്ക് പറഞ്ഞു, എന്നിട്ട് ഇപ്പൊ നോക്ക് ഒരുത്തനെ ഇഷ്ടപ്പെട്ട് ഇനി പെൺപിളരെ നമ്പല്, ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഈ മുതുകിൽ വെച്ച് അവൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനത് കേട്ടു, അങ്ങനെ പറയുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് അവള് റിലേഷൻ ആയോണ്ട് നോക്കിയെന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, മനസ്സിലായോ? അപ്പൊ ഞാൻ അല്ലാതെ അവളെ റിലേഷനായിട്ട് നോക്കാതെ പറയുമ്പോൾ അത് മോശമല്ലേ ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു സോറി എടാ, ഇതാണ് സംഭവം, ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചോണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളു. ഇത് സംസാരിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം ഞാൻ ഇവിടെ ലോറി ഒട്ടിക്കുന്ന സമയത്ത് അവൾ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ലോറി ഒട്ടിക്കാൻ കൂടെ സംസാരിച്ചിരിക്കാന്ന് പറഞ്ഞിരുന്നു. ഇതിനാണ് ഈ നാട്ടുകാരെല്ലാരും ഞാൻ അവളെ റിലേഷൻ എന്ന് പറഞ്ഞത്. ഇത് ഞാൻ
മോശം നാട്ടുകാർ എന്ത് സംസാരിക്കാൻ പോലും പറ്റില്ല ഒരു പെൺകൊച്ചിന്റെ അടുത്ത്. ഡ്രോൺ ഡിസ്ട്രോയിഡ്. അത് ഞാൻ ദക്ഷയുടെ മുഖത്തോട്ട് ഡ്രോൺ പറപ്പിച്ചതാ, ഡ്രോൺ പൊട്ടിപ്പോയി. ഓ ഇവന്മാര് ഇത് തന്നെ എന്റെ പരിപാടി. സാവേജ ഒരു ഡ്രോണോടെ ഉണ്ടോടാ? ഞാൻ ദക്ഷയുടെ മുഖത്തോട്ട് സൂം ചെയ്തു പോയതാ, അത് ഇടിച്ചു പൊട്ടി. അതില്ലേ ഞാൻ പറഞ്ഞുതരാം, ലെഫ്റ്റ് സൈഡിൽ താഴെ 100 ഇത് കാണിക്കും. അത് കുറയുമ്പം ജസ്റ്റ് എസ്കേപ്പ് അടിച്ചിട്ട് വീണ്ടും ഒന്ന് എടുത്താൽ മതി, ഫുൾ ആവും. അത് ഹെൽത്ത് എന്തോ. ഓ പ്രൊഫഷണൽ ആയപ്പോ നടക്കുന്നുണ്ട്. കൊള്ളാം, പരിപാടി കൊള്ളാം. പണിയെടുക്കാറില്ല. ഇല്ല പണിയെടുക്കാറില്ല. പണ്ട് പവനെ ഉണ്ടല്ലോ, ഇവിടെ പെണ്ണുണ്ടല്ലേ, അവന് പണ്ട് കൊറേ പെമ്പിളുണ്ടായിരുന്നു. അവൻ ഇന്നലെ എന്നെ തോളത്ത് കയറ്റി നടത്തി. എന്നിട്ട് പറയാം, ഞാൻ പറഞ്ഞ അവനോട്, എടാ എനിക്ക് ഗേൾഫ്രണ്ട് ഒക്കെ അല്ല ബോയ്ഫ്രണ്ട്, ഞാൻ പറഞ്ഞവരോട് അവൻ ബ്ലാസ്റ്റർ എനിക്ക് അറിയത്തില്ല ഇന്റെ സെക്കൻഡ് ലൈക് ഫാമിലി മെമ്പേഴ്സിനോട് പോയി പറഞ്ഞിട്ടില്ല. കഥകളാണ് ഈ സിറ്റി നടക്കുന്നത് അല്ലേ? എന്തൊക്കെയാ ഇത്, റിയൽ ലൈഫാ? നമ്മൾ ഈ ഡ്രോൺ വന്നപ്പോഴാണ് കേട്ടോ ഈ സംസാരമൊക്കെ കേട്ടോട്. കൊള്ളാം പരിപാടി. 5-6 ഡ്രോൺ വാങ്ങിച്ചു നോക്കണം കേട്ടോ. അടുത്ത ഇവന്മാരേത് ഉണ്ടായിരിക്കും. രാണന്റെ അടുത്ത് അവിടെ എന്തായി? ദക്ഷനെ പറ്റി നോക്കട്ടെ. എവിടെ ചിരിക്കുന്ന അവള്? കരിയാണോ? മിക്കവാറും ദക്ഷനെ രാണ അടിച്ചോണ്ട് പോകും കേട്ടാ. ഇവരെന്താ കൊച്ചിനെ സെറ്റപ്പ് അടിക്കുന്ന? ഇത് ഞാനല്ലേ? ഹായ് ബ്രോ, ഹായ്. പ്രൊഫഷണൽ. ആരാടാ എന്നെ അതിട്ട് കാണും. ആരാര് കേക്കാൻ പറ്റുന്ന ഇപ്പൊ ആരെന്ന്? വിവിയാണോ? വിവിയ വേണ്ട, വിവി വേണ്ട. ഇവന്മാരേത് കാര്യമാടാ പറയുന്നത്? അപ്പുറത്തെ കാര്യമല്ല, അങ്ങോട്ട് പോവാം. എവിടാടാ ഒന്ന് മാർക്ക് ചെയ്താടാ. മാർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലേ? എവിടെ കണ്ട? 3 പയ്യന്മാരെ കണ്ട? എടി ഇവന്മാര് പോയോ? ഇവന്മാരുടെ പുറകെ പോവാ. പ്രൊഫഷണലാണ് നമ്മള്. ഇതൊക്കെ എന്തിനാ ഇവന്മാര് കാണിക്കുന്നത്? ഡ്രോൺ തൊണ്ണൂറ്റൊമ്പതല്ലേ? എല്ലാരും അറിയല്ലേ? പാട്ടടിക്കുന്നാടാ മനസ്സിലാ പാട്ട്. ഏതാ കൊള്ളാല്ലേ ഇവൻ? ഈ പയ്യൻ കൊള്ളാം. എങ്ങനെ എക്സിറ്റ് ആവുന്ന? എടാ സ്നൈപ്പ് ചെയ്ത് എങ്ങനെയാടാ ഓഫ് ചെയ്യുന്നത്? ഡ്രോൺ ഓഫ് ചെയ്യുന്ന എങ്ങനെയാടാ സ്നൈപ്പ്?
കൊള്ളാല്ലേ സാവേജ് വെറുതെ അല്ല നീയൊക്കെ ഫുൾ ടൈം ഇതും പിടിച്ചോണ്ടിരിക്കുന്നത് അഡ്മിൻ സ്പെക്ക് പോലല്ലേ ഇത് ശ്ശേ. എടാ ഇതപ്പോ ആരും കാണത്തില്ലടാ. ഈ മുതുക്കി നിന്നില്ലേ ആരും കാണത്തില്ല. ഹായ് ഷൈലു എന്തൊക്കെയുണ്ട്? സുഖം. ഇങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? ബോയ് ഫ്രണ്ട് ഓ നിങ്ങള് വലിയ കമ്പനീസ് ആണല്ലേ വഴേ? പിന്നെ മറന്നു ആ കേസൊക്കെ. വേണം എന്താണ് സുഖല്ലേ?